മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ യേശു യോർദാനിൽ നിന്ന് സ്നാനം ഏറ്റ ഉടനെ പരിശുദ്ധാത്മാവ് യേശു കർത്താവിൻ്റെ മേൽ വരികയും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് യോർദാനിൽ നിന്ന് യോർദാൻ വിട്ടുമടങ്ങി യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. ആ മരുഭൂമിയിലായിരിക്കുമ്പോൾ 40 ദിവസം ഉപവാസത്തോടായിരിക്കുമ്പോഴും പിശാച് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സ്വയത്തിൽ പ്രശംസിച്ച് ഹല്ലേലൂയ തനിക്ക് തോന്നിയതുപോലൊക്കെ പിശാചിനോട് പറഞ്ഞ് ഹല്ലേലൂയ വാദിച്ച് നിൽക്കുകയല്ല. ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ പിശാചി പറയുന്ന ഓരോ വാക്കിനും എതിർവാക്കായിട്ട് വചനത്തിൽ തന്നെ ഹല്ലേലൂയ മറുപടി കൊടുക്കുന്നൊരു യേശു കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളൊരു വിശ്വാസിയായി തുടരുമ്പോൾ നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ പിശാച് നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. ഹല്ലേലൂയ നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ മാനുഷികമായ ശബ്ദങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുത്ത് നമ്മുടെ കൃപ ചോർത്തിക്കളയാറുണ്ട്. ഇന്ന് വൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുക, ഹല്ലേലൂയ നിനക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ പറയുന്നത്. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഹല്ലേലൂയ. യേശു കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ നീ വസിച്ചിട്ടല്ലാതെ നിനക്ക് ഫലം കൊടുപ്പാൻ കഴിയില്ല. പിശാചിനെ നിനക്ക് തോൽപ്പിക്കണമെങ്കിൽ, അവൻ്റെ മേൽ നിനക്ക് ജയിക്കണമെങ്കിൽ നീ വചനത്തിൽ നിലനിൽക്കണം. ദൈവത്തിൻ്റെ വചനമില്ലാതെ ഹല്ലേലൂയ കർത്താവ് തോട്ടക്കാരനാണ്, പിതാവ് തോട്ടക്കാരനും പുത്രൻ മുന്തിരിവള്ളിയും. ഹല്ലേലൂയ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിയുടെ 3 പേരുടെ തൃത്വത്തിലേകനായ കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സാധ്യമാകില്ല. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോ മരുഭൂമിയിൽ ഹല്ലേലൂയ യേശു കർത്താവിനെ നടത്തുമ്പോഴും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ വചനം പറഞ്ഞ് ഹല്ലേലൂയ തൃത്വത്തിലേകനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടെ വചനം പറഞ്ഞ് യേശു കർത്താവ് മരുഭൂമിയിലെ പിശാചിനെ ജയിപ്പാനായിട്ട് ഇടയായി. ഇന്ന് പകൽക്കാലം എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന നിങ്ങൾ കടന്നു പോകുന്ന ഏത് മരുഭൂമി, ഏത് പ്രതികൂലമാകട്ടെ, നിങ്ങൾ വചനം വായിക്കുക, വചനത്തിൽ ഉറച്ചു നിൽക്കുക, വചനം കൊണ്ട് പിശാചിനെ വെട്ടുക. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദമൊന്നും കേട്ടാൽ പിശാച് പേടിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഇങ്ങനെ ശാസിച്ച് കർത്താവിൻ്റെ വാക്ക് വചനം പറഞ്ഞ് എൻ്റെ വചനം യഹോവയുടെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക്കുക, ഇരുവായ്ത്തലയുള്ള വാള, അതേത് വാളിനേക്കാളും മൂർച്ചയുള്ളതാ, പ്രാണനെ അസ്ഥിയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്ന തുളച്ചു ചെല്ലുന്ന യേശുവിൻ്റെ വചനം, അത് ശത്രുവിൻ്റെ നെഞ്ചത്ത് തന്നെ തറയ്ക്കുമെന്ന കർത്താവിൻ്റെ വചനം. ഇന്ന് പൽക്കാലം എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന ഏത് വഴിയായിക്കോട്ടെ, ഏത് മരുഭൂമി ആയിക്കോട്ടെ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞ് നിങ്ങൾ ശത്രുവിനോട് പോരടിക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെ തേടി വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ തലകളെ ഉയർത്തും. ആമേൻ.